പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാന കാര്യം സൂരജ് പാലക്കാരാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ഫോണിലേക്ക് വന്ന ചില കോളുകൾ, ചില അമ്മമാരുടെ കരച്ചിലുകൾ എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു പ്രായമുള്ള അച്ഛൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പാലക്കാട് എൻ്റെ മകളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആകെയുള്ള 2.5 സെൻറ്റ് ഭൂമിയും പണയം വെച്ചു. ഏജൻറ്റ് എന്ന് പറഞ്ഞ് നാറി പറഞ്ഞ് അത്രയും തുക പലിശക്കെടുത്താണ് അവൻ്റെ കൈ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ മകൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ കോളേജിന് ഒരു ലാബോ ആശുപത്രിയോ ഇല്ലെന്ന് മാത്രമല്ല, അവർക്കവിടെ അഡ്മിഷൻ പോലും കിട്ടിയിട്ടില്ല. ഏജൻറ്റ് ഫോൺ ഓഫാക്കി മുങ്ങി. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എൻ്റെ മകളുടെ ജീവിതം തീർന്നില്ലേ? ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ? കേൾക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെയൊക്കെ ചോര തിളയ്ക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ +2 കഴിഞ്ഞ് മാതാപിതാക്കളുടെ നെഞ്ചിലെ സ്നേഹവും പ്രതീക്ഷയുമായി നിൽക്കുന്ന ആ പാവം പെൺകുട്ടിയുടെ ഭാവി വെച്ചാണ് ഈ പൊലയാടി മക്കൾ, ഈ ബാംഗ്ലൂർ മാഫിയ ഇന്ന് പകട്ടുള്ള പരസ്യങ്ങളുമായി കച്ചവടം നടത്തുന്നത്. ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചോര നീരാക്കി പണിയെടുക്കുന്ന ഒരു പ്രവാസി മലയാളി അച്ഛൻ്റെ വിയർപ്പിൻ്റെ വിലയുണ്ട് ആ പണത്തിന്. നാട്ടിൽ കൂലിപ്പണി ചെയ്ത് മോട്ടോ ഓടിച്ചും മക്കളെ ഒരു നിലയിലെത്തിക്കാൻ കൊതിക്കുന്ന അച്ഛനമ്മമാരുടെ കണ്ണീരിൻ്റെ വിലയുണ്ട് ആ പൈസയ്ക്ക്. ആ കാശാണ് ഈ നാറികൾ, ഈ കൊള്ളസംഘം കൺകെട്ട് വിദ്യകളിലൂടെ തൂത്തുവാരി കൊണ്ടുപോകുന്ന. പ്രിയപ്പെട്ടവരെ, SSLC റിസൾട്ട് വന്ന് +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീടുകളിലേക്ക് ഈ ഫോൺ കോളുകളുടെ പ്രവാഹമാണ്. എവിടുന്നാണ് പ്രിയപ്പെട്ടവരെ ഇവർക്ക് നമ്മുടെ കുട്ടികളുടെ നമ്പറുകൾ കിട്ടുന്നത്? പാവങ്ങളുടെ നിസ്സഹായാവസ്ഥയെയും മക്കളുടെ സ്നേഹത്തെയും ചൂഷണം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഈ വൻകിട നഴ്സിംഗ് അഡ്മിഷൻ ലോബിയാണ് ഇതിന് പിന്നിൽ. പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും ലക്ഷങ്ങൾ വിലയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ലോകോത്തര നിലവാരമുള്ള ക്യാമ്പസാണ്, കോപ്പാണ്, 100% പ്ലേസ്മെൻറ്റ് ഫീസ് ഉണ്ട്. ഈ വ്യാജ പരസ്യങ്ങൾ വീണ് മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി സ്വന്തം ആയുസ് പണയം വെക്കാൻ ഇറങ്ങുന്ന പാവം മാതാപിതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ നാറികൾ വലവിരിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കെണി ആരംഭിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തുകൊണ്ടാണ് ഏജൻറ്റുമാർ നിങ്ങളുടെ പുറകെ നടന്ന് നിർബന്ധിച്ച് ഈ അഡ്മിഷൻ എടുപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവകാരുണ്യം കൊണ്ടോ അതോ നമ്മുടെ പിള്ളേരുള്ള സ്നേഹം കൊണ്ടോ ഒന്നുകൊണ്ടോ അല്ല. സുഹൃത്തുക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്ന ചില കണക്കുകൾ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ബാംഗ്ലൂരിലെ ഓരോ തട്ടിപ്പ് കോളേജുകളും ഒരു മലയാളി കുട്ടിയെ എത്തിച്ചു കൊടുത്താൽ ഈ നാറി ഏജൻറ്റുമാർക്ക് നൽകുന്നത് ലക്ഷങ്ങളാണ്. അത് നിങ്ങൾക്ക് അറിയാമോ? ഒരു വിദ്യാർത്ഥിക്ക് 1.5 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു കമ്മീഷൻ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഈ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയിൽ മാത്രം ഒരു ഏജൻറ്റ് ശരാശരി 20 കുട്ടികളെ ബാംഗ്ലൂരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ 2 മാസം കൊണ്ട് ഇവന്മാർ ഉണ്ടാക്കുന്ന പണം എത്രയാണെന്നറിയോ? 30 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊരവസ്ഥയാണല്ലേ. ഈ കമ്മീഷൻ തുകയിൽ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇവർ നാട്ടിലിറങ്ങി ഈ പാവങ്ങളോട് ഈ കൊണ കാണിക്കുന്നത്. നിങ്ങൾ വിളിക്കുമ്പോൾ ഇവർ പറയും, ചേട്ടാ കോളേജിൽ ഇനി 2 സീറ്റേ ഉള്ളൂ കേട്ടോ, അപ്പോൾ ടോക്കൺ അഡ്വാൻസ് പെട്ടെന്ന് അടയ്ക്കുക, ഇല്ലെങ്കിൽ ആകെ വിഷയമാവും, മോളുടെ 1 വർഷം നഷ്ടപ്പെടും. നമ്മൾ പേടിച്ചു പോകും കാരണവന്മാർ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒരു കോളേജിന് നൽകുന്ന ഒഫീഷ്യൽ സീറ്റ് പരിധി 40 60 ആയിരിക്കും. പക്ഷേ ഇവർ നടത്തുന്ന വൃത്തികേട് എന്തെന്ന് വെച്ചാൽ ഒരു മാനദണ്ഡവും ഇല്ലാതെ 100 മുതൽ 120 വരെ കുട്ടികളിൽ നിന്ന് അഡ്മിഷൻ ഫീസും വാങ്ങി സീറ്റ് ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കും. ഈ സീറ്റ് തീരാറായി എന്ന് വ്യാജഭീതി ഉണ്ടാക്കിയിട്ട് നിങ്ങളിൽ നിന്ന് ഇവന്മാർ ലക്ഷങ്ങൾ അപ്പം തന്നെ മേടിക്കും. ഈ തുക വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ പൊടി പോലും കാണുകയില്ല, സ്വഭാവം മാറും. നിങ്ങൾ കോളേജിൽ ചെന്ന് ചേരുമ്പോഴായിരിക്കും അവിടെയുള്ള അവസ്ഥ കണ്ട് നമ്മൾ ബോധം കെടുന്നത്. പല കോളേജുകൾക്ക് സ്വന്തമായിട്ട് ലാബോ ഒരു ക്ലിനിക്കൽ ട്രെയിനിങ് നടത്താൻ പോയി സ്വന്തമായിട്ട് ഒരു ആശുപത്രിയോ ഒരു കോപ്പും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാടക കുടിസുമുറിയിൽ കെട്ടിടത്തിൽ 4 ക്ലാസ് റൂമും ഒരു ബോർഡും വെച്ചായിരിക്കും ഇവന്മാരെ ഈ വൻകിട കോളേജുകൾ പ്രവർത്തിക്കുന്നത്. ഇനി ഏറ്റവും വലിയ ഭയങ്കരമായിട്ടുള്ള തട്ടിപ്പ് എന്താണെന്ന് അറിയാമോ? ഞാൻ പറയാം, ഇന്ത്യയിൽ ഒരു നഴ്സിംഗ് കോളേജ് നടത്തണമെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണം. അതോടൊപ്പം കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരവും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അഫിലിയേഷനും വേണം. ബാംഗ്ലൂരിലെ പല തട്ടിപ്പ് കോളേജിലും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അമ്മമാർക്ക് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും കിട്ടിയ ഒരു പെർമിറ്റ് പേപ്പർ നിങ്ങളെ കാണിക്കും, നിങ്ങൾ വിശ്വസിക്കും. പക്ഷേ നിലവിലെ വർഷത്തിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സീറ്റ് അംഗീകാരം കൗൺസിൽ റദ്ദാക്കിയിട്ടും ഉണ്ടാകും. യഥാർത്ഥ നിയമപ്രകാരം ഒരു നഴ്സിംഗ് കോളേജ് സ്വന്തമായി കുറഞ്ഞ 100 ബെഡുകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയോ അല്ലെങ്കിൽ അത്രയും സൗകര്യമുള്ള പ്രമുഖ ആശുപത്രികളുമായി ടൈപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ ഇവർ കാണിക്കുന്ന ഈ തന്തയില്ലായ്മ കാണണം കേട്ടോ. ഇൻസ്പെക്ഷൻ വരുന്ന ദിവസം മാത്രം തട്ടിപ്പ് കോളേജിൽ പ്രതിദിനം 500 രൂപ മുതൽ 1000 രൂപ വരെ കൈക്കൂലി കൊടുത്തിട്ട് വ്യാജ രോഗികളെ ബെഡുകളിൽ കൊണ്ടുപോയി കിടത്തും. ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ ഒഴിഞ്ഞ പൂരപ്പറമ്പായി മാറും. കുട്ടികൾക്ക്, നമ്മുടെ പിള്ളേർക്ക് ഒരു ഇഞ്ചക്ഷൻ പോലും നേരിട്ടെടുക്കാനുള്ള പഠിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല. ഇതൊന്നും അറിയാത്ത നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ അവിടെ പോയിട്ട് 4 വർഷം പഠിക്കും. പരീക്ഷ എഴുതാൻ നേരം റെഡിയായിട്ട് യൂണിവേഴ്സിറ്റി പറയും ഈ കോളേജിന് ഒരു കോപ്പും ഇല്ല, അംഗീകാരവും ഇല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിലില്ലാത്ത വ്യാജ കോളേജുകൾ ചേർന്ന് കാരണം കർണാടകയിൽ ഏതാണ്ട് 15-ലധികം കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത്. 4 വർഷം കഴിഞ്ഞ് ലക്ഷങ്ങൾ കളഞ്ഞ സർട്ടിഫിക്കറ്റുകളുമായി നാട്ടിൽ വന്ന് ഒട്ടനവധി കുട്ടികളെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോളേജുകൾക്കൊന്നും ഒഫീഷ്യൽ അഫിലിയേഷൻ ഇല്ലായിരുന്നു.
നിങ്ങളുടെ കുട്ടിയുടെ 4 വർഷത്തെ യൗവനവും നിങ്ങളുടെ ലക്ഷങ്ങളുമാണ് അവിടെ ചാമ്പലാവുന്നത്. ഇനി ഫീസിൻ്റെ കാര്യം പറയാം. അഡ്മിഷൻ സമയത്ത് ഏജൻറ്റ് പറയും വർഷത്തിൽ 1.5 ലക്ഷം രൂപയുടെ പാക്കേജേ ഉള്ളൂ എന്ന് കേട്ടോ. നിങ്ങളത് വിശ്വസിച്ച് കുട്ടിയെ അവിടെ ചേർക്കും. പക്ഷേ 1ാം സെമസ്റ്റർ കഴിയുമ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് പുതിയ ലിസ്റ്റ് തരും. അതിലെ പിടിച്ചുപറിയുടെ കണക്കുകൾ ഞാൻ ചുരുക്കത്തിലെന്ന് പറഞ്ഞുതരാം. പ്രതിവർഷം ക്ലിനിക്കൽ ട്രെയിനിങ് ഫീസ് എന്ന് പറഞ്ഞ് 20,000 രൂപ നിങ്ങളങ്ങ് അടയ്ക്കണം. ലാബ് ആൻഡ് ലൈബ്രറി ഡെവലപ്മെൻറ്റ് 15,000 രൂപ, പരീക്ഷാ ഫീസ് ഹാൾ ടിക്കറ്റ് ചാർജും അടക്കം 15,000 രൂപ. ഇതിന് പുറമെ യൂണിഫോമും പുസ്തകവും ഒക്കെ ആയിട്ട് വേറെയും തുക വരുന്നുണ്ട്. ചോദിച്ചാൽ ഏജൻറ്റ് പറയും അത് ചേട്ടാ യൂണിവേഴ്സിറ്റിയുടെ ഫീസാണ്, ഞാൻ പറഞ്ഞ ഫീസ് കോളേജിൻ്റേതാണെന്ന്. ഇതാര് പറയുന്ന? ഇത് കൊടുത്താൽ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് കഴിയില്ല ഇത് കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ കുട്ടികളെ പരീക്ഷ എഴുതിക്കില്ലെന്ന് കോളേജുകാർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഹോൾ ടിക്കറ്റ് തടഞ്ഞു വയ്ക്കും. ഹോസ്റ്റലിലെ ഭക്ഷണം എങ്ങാനും മോശമാണെന്ന് പറഞ്ഞാൽ, പരാതി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഫീസ് അടയ്ക്കാൻ താമസിച്ചു പോയാൽ ഈടാക്കുന്ന പെനാൽറ്റി ഫൈൻ 500 രൂപ മുതൽ 1000 രൂപ വരെയാണ്. അന്യനാട്ടിൽ ചെന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഈ മാനസിക പീഡനങ്ങൾ എത്രയാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കറിയാമോ? പല കുട്ടികളും ഡിപ്രഷനിലായി പഠിത്തം നിർത്തി പോകുന്നതായിട്ട് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഈ അധികാരികളോടൊക്കെയാണ് കേട്ടോ. പാവപ്പെട്ടവൻ്റെ ചോര ഊമ്പി കുടിക്കുന്ന ഈ തട്ടിപ്പ് ഏജൻസികൾക്കും കോളേജ് മാനേജ്മെൻറ്റുകൾക്കും എതിരെ എന്തുകൊണ്ടാണ് ശക്തമായൊരു നടപടി ഉണ്ടാവാത്തത്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ ജീവിതം വെച്ച് കളിക്കാതിരിക്കാൻ ഞാൻ ചില പ്രധാന വഴികൾ പറഞ്ഞുതരാം. അത് കൃത്യമായി ഒന്ന് നോക്കി വെക്കണേ. ഒന്ന് ഒരു ഏജൻറ്റിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നാറികളാണ് കൂടുതലും. അവർ തരുന്ന ബ്രോഷറിലെ ചിത്രങ്ങൾ കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. 2, പണം അടയ്ക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ORG എന്ന വെബ്സൈറ്റും കർണാടക കൗൺസിലിൻ്റെ വെബ്സൈറ്റും നേരിട്ട് പരിശോധിക്കണം. ആ വർഷത്തെ അംഗീകൃത കോളേജുകളുടെ ലിസ്റ്റിൽ ഈ കോളേജിൻ്റെ പേര് കൃത്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. 3, കോളേജിൽ സ്വന്തമായി ആശുപത്രി ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള പ്രമുഖ സ്ഥാപനങ്ങളായ മണിപ്പാൽ അക്കാദമി, അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് മെഡിക്കൽ കോളേജ് പോലുള്ള സർക്കാർ അല്ലെങ്കിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. 4, പണം ബാങ്ക് വഴി മാത്രം കോളേജിലേക്ക് ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് അയക്കണം. ഈ നമ്മളെ കുമ്പിക്കുന്ന ഏജൻറ്റുമാരുണ്ടോ, അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും കൊടുക്കരുതെന്ന് അർത്ഥം. ഇത്തരം തട്ടിപ്പുകാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ എനിക്ക് കോടികളുടെ ലീഗൽ നോട്ടീസോ കേസുകളോ ഭീഷണികളോ ഒന്നും ഭയമില്ല. എൻ്റെ കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉണ്ടായാൽ മാത്രം മതി. സത്യത്തിൻ്റെ പോരാട്ടത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പല കുടുംബങ്ങളിലെ ഈ തകർച്ചയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. ബുദ്ധിയോടെ ജീവിക്കണം. തല ഉയർത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യണം.